കീമോതെറാപ്പി തുടങ്ങി എന്നറിഞ്ഞപ്പോൾ തന്നെ രേണുവിൻ്റെ ആരാധകർ രേണുവിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യും. പ്രേക്ഷകർക്ക് അത് വളരെ നന്നായി തന്നെ അറിയുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് കൂട്ടിച്ചേർക്കാം. ഇപ്പോഴിതാ മുടി ഓരോന്നായി പോയി തുടങ്ങി. അങ്ങനെ പോകുന്നത് കാണുമ്പോൾ തന്നെ നല്ല വിഷമം വരാൻ തുടങ്ങി. അതുകൊണ്ട് മൊത്തം മൊട്ടയടിച്ചിരിക്കുകയാണ് രേണു. ഒരു മടിയും കൂടാതെ രേണു ആ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയായി പ്രേക്ഷകരുടെ പ്രീതിയും പിടിച്ചു പറ്റുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുകയും ചെയ്യുന്നത് എന്നുകൂടി പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സ്നേഹമാണ് ഈ ഒരു വാർത്തയെപ്പറ്റി ലഭിക്കുന്നത്. കാരണം രേണുവിനോട് എത്രമാത്രം സ്നേഹം പറയാൻ സാധിക്കുമോ അതുപോലെയാണ് പ്രേക്ഷകർ ആ വാർത്ത ഏറ്റെടുക്കുന്നത്. പണ്ടൊക്കെ രേണു റീലുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഇരട്ടി വ്യൂവും കാശും ഇപ്പോൾ രേണുവിന് ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. അത് രേണുവിനോടുള്ള ഇഷ്ടം കൊണ്ട് ആരാധകരെല്ലാവരും ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ക്രൗഡ് ഫണ്ടിംഗ് പോലെയാണ് കാണുന്നത്. രേണുവിനെ സഹായിച്ച് ഒരുപാട് പേരാണ് എത്തുന്നത്. 10 കീമോതെറാപ്പി എടുക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കീമോതെറാപ്പി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കാണാൻ സാധിക്കുന്നത്. കീമോതെറാപ്പിക്കിടയിൽ തന്നെ മുടി മുറിച്ച കാര്യം കൂടി ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. കീമോതെറാപ്പി ചെയ്തു തുടങ്ങുമ്പോൾ മുടി മുറിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. പ്രേക്ഷകരും അത് നന്നായി തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ വാർത്തയായി തന്നെ മാറുകയും ചെയ്യുന്നു എന്നുകൂടി പറയുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് അത് വളരെ നന്നായി തന്നെ അറിയുകയും ചെയ്യാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വളരെ കൃത്യമായി തന്നെയാണ് ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മുടി മുറിക്കുമെന്നറിയാമായിരുന്നു, എന്നാൽ ഇത്ര പെട്ടെന്ന് മുറിക്കുമെന്ന് കരുതിയില്ല. കീമോതെറാപ്പി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ രേണുവിൻ്റെ മുടി നഷ്ടമായി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ മുടി മുറിക്കണമെന്നുള്ള ആവശ്യമായിരിക്കാം ഒരുപക്ഷെ രേണു പറഞ്ഞിട്ടുണ്ടാവുക. രേണു ഓരോ ദിവസവും ഓരോ കാര്യം പറഞ്ഞ് വീഡിയോയുമായി എത്താറുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് രേണു പറഞ്ഞിരുന്നു. എനിക്ക് പൈസ ആവശ്യമുണ്ട്, പൈസയുടെ ആവശ്യം നല്ലപോലെ എനിക്ക് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുകൂടി പറയാൻ പറ്റുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. രേണുവിന് വേഗം ആരോഗ്യം തിരികെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് അവർക്കുള്ളത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലൊരു വാർത്ത അതുതന്നെയാണ് കൃത്യമായി എല്ലാവർക്കും പറയാനും സാധിക്കുന്നത്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ രേണുവിൻ്റെ ഓരോ വാർത്തകൾക്കും വളരെയധികം പ്രേക്ഷക പ്രീതി കൂടുതൽ ലഭിക്കുന്നു എന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.